നമ്മൾ കണ്ടമാനം ജോലി ചെയ്തു, നല്ല ജോലി ചെയ്തു, ഇത് പക്ഷെ നമ്മുടെ ബോസ് അത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലോ, അങ്ങേർക്ക് നിങ്ങളെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് അവസരം തന്നെ നിങ്ങൾ കൊടുത്തിട്ടില്ല. അങ്ങനെ ഇപ്പൊ ജോലിയിൽ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടും ഒരു അപ്രിസിയേഷൻ കിട്ടാതെ വരുന്നുണ്ട്. ഇത് ആ ജോബ് പെർഫോമൻസിനെ എങ്ങനെ ബാധിക്കും? അപ്രിസിയേഷൻ എന്ന് പറയുന്നത് എവരിബഡി ഈസ് ക്രേവിംഗ് ഫോർ അപ്രിസിയേഷൻ. നമ്മുടെ ട്രാൻസാക്ഷൻ അനാലിസിസിൽ, അതായത് സ്വഭാവവിശേഷങ്ങൾ എന്നുള്ള ഈ പുസ്തകത്തിൽ ഞാൻ അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിന് സ്ട്രോക്ക് എന്നാണ് പറയുന്നത്, പോസിറ്റീവ് സ്ട്രോക്ക്. മനുഷ്യരെല്ലാവരും മറ്റുള്ളവരിൽ നിന്നും പ്രശംസയും അംഗീകാരവും ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ എത്ര കഠിനമായ പ്രവൃത്തി ചെയ്തിട്ടും നമുക്കൊരു പ്രശംസയും അംഗീകാരവും അഭിനന്ദനവും ഒന്നും കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് മടുത്തു പോകും, ഒരു സംശയമില്ല. അതിനാദ്യം ചെയ്യേണ്ടത്, ഞാൻ ചെയ്ത പ്രവൃത്തികൾ ഉപകാരപ്രദമായിരുന്നോ, ഞാൻ ചെയ്ത പ്രവൃത്തികൾ എൻ്റെ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിന് ഉപകാരപ്രദമായിരുന്നോ, അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയോ? എൻ്റെ സ്ഥാപനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല, പക്ഷെ അത് ഉപകാരപ്രദമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുമില്ല എങ്കിൽ എനിക്ക് അപ്രീസിയേഷൻ കിട്ടാനുള്ള സാധ്യത കുറഞ്ഞുപോയി. അപ്പൊ നമ്മൾ നല്ല ജോലി ചെയ്തു, ഉപകാരപ്രദമായ ജോലി ചെയ്തു, സ്ഥാപനത്തിന് അതുകൊണ്ട് പ്രയോജനമുണ്ടായി അല്ലെങ്കിൽ ഉണ്ടാകാൻ അവസരമുണ്ടായി എങ്കിൽ നമ്മളിത് നമ്മളുടെ മേലധികാരികളുടെ ശ്രദ്ധയിലും കൂടി കൊണ്ടുവരണം. നമ്മൾ കണ്ടമാനം ജോലി ചെയ്തു, നല്ല ജോലി ചെയ്തു, ഇത് പക്ഷെ നമ്മുടെ ബോസ് അത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലോ, അങ്ങേർക്ക് നിങ്ങളെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് അവസരം തന്നെ നിങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പൊ ജോലി ചെയ്തത് കൊണ്ട് മാത്രം കാര്യമായിട്ടില്ല, ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യണം. കോഴി മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് കൊക്കിപ്പാടുന്ന കേട്ടിട്ടുണ്ടോ? കോഴി മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് അത് കൊക്കോ എന്ന് പറഞ്ഞ് ഒച്ച വെച്ചോണ്ടിരിക്കും. എന്തിനാ അത് ഒച്ച വെക്കുന്നത്? ഞാൻ മുട്ടയിട്ടേ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളർത്തുന്ന കോഴി ആയതുകൊണ്ട് വളർത്തുന്ന ആൾക്കാർക്ക് അത് മുട്ട എടുത്തിട്ട് പോകുന്നു ഒരുപക്ഷെ കോഴിക്ക് അറിയാമായിരിക്കും. ഞാനത് ഇത് എന്തിനാ കോഴി കൊക്കിപ്പാടുന്നതെന്ന് അന്വേഷിച്ച് ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞത്, വളർത്തുന്നവർക്ക് മുട്ട എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല, കോഴിക്ക് മുട്ട പുറത്തേക്ക് ഇടാറായി നിൽക്കുന്ന സമയത്ത് കോഴിക്ക് അസ്വസ്ഥത ഉണ്ടാകും. അപ്പോൾ മുട്ട പോയി കഴിയുമ്പോൾ കോഴിക്ക് ഭയങ്കര റിലീഫാകും. ആ റിലീഫ് കിട്ടിയതിന്റെ സന്തോഷത്തിൽ കോഴി അങ്ങനെ ഒച്ച വെക്കുന്നതാണ് അത്രേ. അങ്ങനെയാണ് സയൻസ് പറയുന്നത്. പക്ഷെ എൻ്റെ ഇന്റർപ്രിട്ടേഷൻ, എന്നെ വളർത്തുന്ന യജമാനന് ഒരു മുട്ട കൊടുത്തേ എന്ന് പറഞ്ഞ് കോഴി കൊക്കിപ്പാടുന്നതാണ്. ഏതായാലും ജോലി സ്ഥലത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ പ്രോപ്പറായിട്ട് ടൈംലി റിപ്പോർട്ട് ചെയ്തു പോകണം. അത് അഡൽട്ട് സ്റ്റാറ്റസിൽ മാറ്റർ ഓഫ് ഫാക്ട്ലി ആയിട്ട് റിപ്പോർട്ട് ചെയ്തു പോകണം. ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതിൽ നിന്ന് ഇന്ന കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൊഫഷണൽ രീതിയിൽ നമ്മുടെ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഭിനന്ദനം കിട്ടാതെ പോകുന്ന അവസരങ്ങൾ മിനിമൈസ് ചെയ്യാൻ സാധിക്കും. ചെയ്തത് ചെയ്തു എന്നുള്ള കാര്യം പറയാതെ വിട്ടു. പലപ്പോഴും ഇത് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ആ സ്ഥാപനത്തിന്റെ സമയം നമ്മൾ മോഷ്ടിച്ചിട്ടുണ്ടാകും എവിടെയെങ്കിലും. അപ്പൊ ആ സംഗതി പിടിക്കപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി ഈ സംഗതി പറയത്തില്ല. ഇപ്പോഴാണോ നീ ഇത് കഴിച്ചതെന്ന് ചിലപ്പം ബോസ് തിരിച്ചു ചോദിക്കും. ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് തീർക്കേണ്ട സാധനം 4 മണിക്ക് തീർത്തിട്ടുള്ളൂ. 4 മണിക്ക് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനത് 4 മണിക്ക് തീർത്തെന്ന് പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇപ്പോഴാണോ തീർത്തത്? 2 മണിക്ക് തീർക്കേണ്ടതല്ലായിരുന്നു എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ഒരു ഹിഡൻ അജണ്ട മനസ്സിൽ വെച്ചിട്ട് തീർത്തു എന്നുള്ള കാര്യം പറയത്തില്ല. പക്ഷെ ഞാൻ പണി തീർത്തു, എനിക്ക് അപ്രിസിയേഷൻ കിട്ടത്തില്ല. കാരണം തീർത്തെന്നുള്ള കാര്യം ഞാൻ തീർത്ത ശേഷം അവിടെ പറഞ്ഞിട്ടില്ല. പറയാതിരുന്നത് എന്തുകൊണ്ടാ? എൻ്റെ തന്നെ മിസ്റ്റേക്ക് കൊണ്ടാ. സോ ഐ ഹാവ് എ ഹിഡൻ അജണ്ട ഇൻസൈഡ് മീ that prompted me to hide my achievement. അപ്പൊ ഞാൻ തന്നെയാണ് അതിൻ്റെ കുറ്റക്കാരൻ. പ്രോപ്പറായിട്ട് അത് ഫീഡ്ബാക്ക് കൊടുക്കാതെ പോകുന്നത് കൊണ്ടാണ് അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ അപ്രീസിയേഷൻ കിട്ടാതെ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. when you do a good work, do report it promptly.